മെഡ് എക്സ്പ്ലെയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രൈ സിറപ്പിനെ കുറിച്ചാണ്. കുട്ടികൾക്ക് നൽകി വരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ പോലെയുള്ള പല മെഡിസിൻസും മരുന്നുകളും ഡ്രൈ പൗഡർ ഫോമിലുള്ള ഡ്രൈ സിറപ്പായിട്ടാണ് കൊടുക്കുന്നത്. അവ നമുക്ക് നൽകിയതിന് ശേഷം അതിനെ സോൾവെൻ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ ഡ്രൈ പൗഡർ ഫോമിൽ കൊടുക്കുന്നത്, മിക്സ് ചെയ്യാതെ ഡ്രൈ പൗഡർ ഫോമിൽ കൊടുക്കുന്നത്? സാധാരണ ഇത്തരം മരുന്നുകൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ലിക്വിഡ് ഫോമിനേക്കാളും ഇങ്ങനെ പൗഡറായിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴാണ് കൂടുതലുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത പൗഡർ ഫോമിലാണ് കുറവുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത് പൗഡർ ഫോമിലാണ്. മിക്കവാറും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 7 to 14 days വരെയൊക്കെയാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് അവ ഡ്രൈ പൗഡർ ഫോമിൽ നൽകുന്നത്. ഇന്ന് നോക്കാം. ഇതൊരു ഡ്രൈ പൗഡർ ഫോമിലുള്ള ഡ്രൈ സിറപ്പാണ്. അമോക്സിസിലിൻ നമുക്ക് കാണാം. ഇതിൻ്റെ താഴെ ഭാഗത്ത് പൗഡർ ഫോം കാണാം. ഇതിൻ്റെ ഒരു മാർക്കിംഗ്, ഈ മാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെയാണ് നമ്മൾ സോൾവെൻറ്റ് ഫിൽ ചെയ്യേണ്ടത്. വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ല. എൻ്റെ കയ്യിൽ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് കുട്ടികൾക്ക് വാങ്ങിയത്. അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പോയിന്റ് വരെ എത്രയാണോ അതിൻ്റെ മാർക്കിംഗ് വരെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. QS എന്നാണ് പറയുക. കുറച്ചുകൂടി വരാനുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് ആ മാർക്കിങ്ങിൽ കുറച്ച് താഴെയാണ് നമ്മുടെ സോൾവെന്റ് കിടക്കുന്നത്. ആ മാർക്കിംഗ് നോക്കിയിട്ട് ആ മാർക്കിംഗ് വരെ മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഏകദേശം മാർക്കിംഗ് അത് ക്ലോസ് ചെയ്തു. മാർക്കിംഗ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് സ്റ്റോറേജ് അതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും. ബോട്ടിലിൻ്റെ മേലെ അല്ലെങ്കിൽ പാക്കേജിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് 2 to 8 degree Celsius. 2 to 8 degree Celsius എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറാണ്. അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം.